നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ വിഷയം. ചാരവശാൽ ശുക്രൻ അസുരാചാര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ ധനുരാശിയിൽ ശുക്രൻ പ്രവേശിച്ചത് ധനുമാസം 5-ാം തീയതിയാണ്. അതായത് 2025 ഡിസംബർ മാസം 20-ാം തീയതി. കേവലം 24 ദിനങ്ങൾ മാത്രമാണ്. അതായത് 2026 ജനുവരി 12 വരെയാണ് ശുക്രൻ ധനുവിൽ നിൽക്കുന്നത്. ധനുമാസം 28-ാം തീയതി വരെ. ഈ 24 ദിവസം ശുക്രൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും അനുകൂലമായ സ്ഥിതിവിശേഷത്തെ സംജാതമാക്കുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കണം, ഏതാനും ദിനങ്ങൾ മാത്രമാണ് ഒരു രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്, കേവലം 24 ദിവസം. പക്ഷേ വ്യാഴത്തെയും ശനിയെയും പോലെയല്ല ബുധൻ്റെയും ശുക്രൻ്റെയും രാശിചാരം. ഏത് സമയത്തും ഫലം ചെയ്യുന്നു. ബുധൻ ഏത് സമയത്തും ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യും. അതിനാൽ അപ്രകാരം തന്നെ ശുക്രനെയും നാം നിരൂപിക്കണം. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധശുക്രന്മാർ എന്നറിയുക. ഈ 24 ദിവസം കൊണ്ട് തന്നെ പല മിറക്കിൾസും പലർക്കും സംഭവിക്കാം. വൈവാഹിക ജീവിതം താറുമാറാകാം, അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായി വരാം. അവിചാരിതമായ ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ് ഭാഗ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ധനം മുഴുവൻ നശിച്ചു പോകാം. തനിക്ക് വലിയ വാഹന ലാഭങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വാഹനം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം. കാരണം ശുക്രൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അബലാഭോഗയാനാനി ശുക്ര. ജീവിതത്തിലുള്ള ഭൗതിക സുഖങ്ങളെയും സ്ത്രീ സുഖങ്ങളെയും സ്ത്രീ വിഷയങ്ങളെയും വാഹനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ശുക്രൻ. ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റ്. ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ശുക്രൻ. അതിനാൽ ശുക്രൻ ബലവാനാണെങ്കിൽ ഭൗതിക സുഖവുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് ശുക്രൻ പ്രദാനം ചെയ്യുന്നത്. അപ്രകാരം വ്യാഴമാണെങ്കിൽ ആത്മീയ സുഖത്തിൻ്റെ പൂർണ്ണതയും. അതിനാൽ നമുക്ക് മേടൻ രാശി മുതൽ ഈ 12 രാശിക്കാർക്കും ഈ ചാരവശാൽ ശുക്രൻ്റെ ഈ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ തൗരിത്രികമാണ്. സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഇതിനൊക്കെ പ്രതിദാനം ചെയ്യുന്നു. ആ മേഖലകളിൽ പലർക്കും ശോഭിക്കാം. ഈ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ളവർക്ക് അവർക്ക് വിദേശങ്ങളിലൊക്കെ തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാം, നല്ല ആങ്കേഴ്സ് ആകാം. അപ്പം ധാരാളം സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യുന്നു. അതാണ് സവിസ്തരം നാം പ്രതിപാദിക്കുന്നത്. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുണർ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയ മായില്യ നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണെന്ന് അറിയുക. ശുക്രൻ ഏതെല്ലാം ഭാവങ്ങളുടെ കർത്താവാണ്? ശുക്രൻ ലാഭാധിപനാണ്. ലാഭാധിപനായ ഗ്രഹം നിൽക്കുന്നത് ഋണസ്ഥാനത്താണ്, കടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്രകാരം തന്നെ 4-ാം ഭാവാധിപനാണ്. വീട്, അമ്മ, അമ്മാമന്മാർ, സുഖം, സ്വസ്ഥത, വാഹനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്, 6-ാം ഭാവത്തിലാണ്. അതിനാൽ വളരെയധികം അശാന്തമായ അന്തരീക്ഷം വീട്ടിലുണ്ടാകാം. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, ഇവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കെല്ലാം തന്നെ അനാവശ്യമായി വിവാദത്തിൽ, തർക്കത്തിലേർപ്പെടും. വാഹനം നഷ്ടപ്പെടുക, വാഹനം കൊണ്ട് അപകടമുണ്ടാവുക. കർക്കിടക രാശി ജലരാശിയാണ്. ഇപ്പോൾ ദുബായിൽ, ഷാർജയിൽ മഴയത്ത് ധാരാളം വണ്ടികൾ ജലത്തിൽ ഒഴിച്ചു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ജലത്തിലൂടെ ഒഴുകിപ്പോവുക റാസൽ കൈമ ഫിജറയിൽ, അല്ലെങ്കിൽ നിർത്തിയിട സ്ഥലത്ത് വെള്ളം വന്ന് വാഹനത്തിൻ്റെ ബോണറ്റിലും എഞ്ചിനിലൊക്കെ വെള്ളം കയറി. എത്രയോ പേർക്ക്, ആയിരക്കണക്കിന് വാഹനങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് കയറ്റേണ്ടി വന്നു. അതാണ് കർക്കിടകം ജലരാശിയാണ്. ജലം കൊണ്ട് അപകടമുണ്ടാകും, വാഹനം കൊണ്ട് അപകടമുണ്ടാകും. അതിനാൽ പലപ്പോഴും ഈ ഒരു 24 ദിവസം പ്രളയം, ജലത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്ന 24 ദിവസമാണെന്ന് ഓർക്കുക. സൗഹൃദത്തിലൂടെ ധാരാളം ശത്രുക്കളുണ്ടാവും. സുഹൃത്തുക്കൾ ശത്രുക്കളാവും. കൂട്ടുകച്ചവടത്തിലൂടെ വളരെ തെറ്റിദ്ധാരണകൾ വരും. എന്നിട്ട് അത് വ്യാപാരങ്ങൾ പരസ്പരം അകന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. സൗഹൃദങ്ങൾ സ്കാറ്റഡ്, ഛിന്ന ഭിന്നമായി പോകുന്ന വാരമാണ്. ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. സദാ ധാന്യവിദ്യ സുധാസിക്ത ശത്രു. 6-ാം ഭാവത്തിൽ 4-ാം ഭാവാധിപനായ ഗ്രഹം ശുക്രൻ നിൽക്കുമ്പോൾ സുധാസിക്ത ശത്രു,
തനിക്ക് അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യയശത്രുകോച്ച ഉത്തമോത്തോ ഭവേത. ശത്രുക്കളും ദുർവ്യയങ്ങളും ധാരാളം ഉണ്ടാകും. ലാഭാധിപനാണ് കടത്തിൽ പോയി നിൽക്കുന്നത്. ധനനഷ്ടമുണ്ടാകും. ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധിക്കണം. വലിയ നഷ്ടം വരും. സ്വർണ്ണ നഷ്ടമുണ്ടാവുക, വീട്ടിൽ നിന്നും സ്വർണം നഷ്ടപ്പെടുക. അതിനാൽ ഗോൾഡുമായി ബന്ധപ്പെട്ട ട്രേഡിംഗ് ഒക്കെ നടത്തുന്നവർ പെട്ടെന്ന് ഇതിൻ്റെ വിനിമയ വിഷയത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ വലിയ പ്രയാസങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന് അറിയുക. വിപദ്ധ്യേത സമ്പാദിതം ചാപികൃത്യം. താൻ പലപ്പോഴും ചെയ്ത കർമ്മങ്ങൾ, സാമ്പത്തികമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ദുഃഖത്തിൽ അവസാനിക്കും. തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം ന ധത്ത്. തനിക്ക് മന്ത്രത്തിലൂടെ ദുഃഖം വരും. പൂജ്യന്മാർ, ബഹുമാനിക്കേണ്ട ആളുകൾ താൻ ബഹുമാനിക്കാത്ത അവസ്ഥ വരും. തെറ്റിദ്ധരിക്കപ്പെടും. പണ്ട് നിങ്ങൾക്ക് ശാകുന്തളത്തിൽ കാളിദാസൻ ഒരു വലിയ വിഷയത്തെ അങ്ങനെയാണ് കൊണ്ടുപോയത്. ദുർവാസാവ് വരുമ്പോൾ, മൂക്കിന് ചൂണ്ടിയുള്ള മഹർഷിയാണ് ദുർവാസാവ്. അദ്ദേഹം വരുമ്പോൾ ഗർഭിണിയായ ശകുന്തള ദുഷ്യന്തനെ ചിന്തിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് തപോനിഷ്ഠനായ തന്നെ ആദരിച്ചില്ല എന്ന് ദുർവാസാവിന് തോന്നുന്നത്. നീ ആരെ ചിന്തിക്കുന്നു, അവൻ നിന്നെ ചിന്തിക്കാതെ ആകിപ്പോട്ടെ എന്നാണ് ശാപം. അനസൂയയും പ്രേംവതിയും ശകുന്തള അറിയാതെ ദുർവാസാവിന്റെ കാല് പിടിക്കുന്നു. അവൾ ഗർഭിണിയാണ്, പറ്റിപ്പോയതാണ്, കണ്ണുവിൻ്റെ വളർത്തുമകളാണ്. അങ്ങനെയാണ് ശാപമോക്ഷം കൊടുക്കുന്നത് എപ്രകാരം എന്ന് അദ്ദേഹം നിന്നെ തിരിച്ചറിയുന്നു. ആ സമയത്ത് നിന്റെ പ്രശ്നങ്ങൾ, ഈ ശാപത്തിൽ നിന്നും മോചനം വരും. അങ്ങനെയാണ് ഈ മോതിരം അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഭിജ്ഞാന ശാകുന്തളം. ഇവിടെ സ്വർണം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. 24 ദിവസക്കാലം വളരെ ശ്രദ്ധിക്കണം. ധാരാളം ശത്രുക്കളുണ്ടാവും. അതിനാൽ ശത്രുദോഷം മാറാൻ നിർബന്ധമായും ശത്രു സംഹാര കുരുതി വെള്ളിയാഴ്ച നാളികേരം കൊണ്ട് മുട്ടറക്കൽ ചെയ്യണം. ശത്രു നമ്മളെ തൊടാൻ പാടില്ല. ആ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുക. എന്നിട്ട് പരിഹാരങ്ങൾ കാണുമ്പോൾ ഈ 24 ദിവസക്കാലം വളരെ അനുകൂലമായി വരും. സ്ത്രീകൾക്ക് യൂട്രസ് നഷ്ടപ്പെടുന്ന ദിനങ്ങളാണ്. ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ട് വരും. പുരുഷനാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസിനെ ശ്രദ്ധിക്കേണ്ട മൂത്രാശയ രോഗങ്ങൾ, ഷുഗർ 2ാം ഘട്ടത്തിലേക്ക് വരും. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഭാരമാണ്. പരിഹാരങ്ങൾ ചെയ്യുക. നന്ദി, നമസ്തേ.